സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആക്യുറസി അപ്രോക്സിമേഷൻ ആൻഡ് എറേഴ്സ് ആണ്. നമ്മുടെ എറേഴ്സ്, അതായത് ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോഴും നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ എറേഴ്സ് വരുന്നത് ഏത് രീതിയിലാണ്, മെയിൻ സോഴ്സ് ഓഫ് എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് ഒറിജിൻ, എറേഴ്സ് ഓഫ് ഇനിക്വസി ആൻഡ് എറേഴ്സ് ഓഫ് മാനിപ്പുലേഷൻ. ഓക്കെ, ദെൻ സാമ്പിളിങ് ആൻഡ് നോൺ സാമ്പിളിങ് എറേഴ്സ് ആൻഡ് ബേസ്ഡ് ഓൺ അൺബേസ്ഡ് എറേഴ്സ്, ഇതൊക്കെ എറേഴ്സിലുള്ളതാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് പേര് മിസ് ഒന്നും കൂടി വായിക്കുക. ആക്യുറസി അപ്രോക്സിമേഷൻ ആൻഡ് എറേഴ്സ്. എറേഴ്സ് എന്ന് നമുക്കറിയാം അല്ലേ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതിനാണ് എറേഴ്സ് എന്ന് പറയുക. ഇവിടെയാണ് എറേഴ്സ് വരിക, നമുക്ക് മെയിൻ സോഴ്സ് ഓഫ് എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് ഒറിജിൻ, എറേഴ്സ് ഓഫ് ഇനിക്വാലിറ്റി, എറേഴ്സ് ഓഫ് മാനിപ്പുലേഷൻ, സാമ്പിളിങ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിങ് എറേഴ്സ്, ബേസ്ഡ് ആൻഡ് അൺബേസ്ഡ് എറേഴ്സ്. മൊത്തം എറേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു രൂപാന്തരണം, അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാനുള്ളതാണ്. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട്. എറേഴ്സ് ഓഫ് അപ്രോക്സിമേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എറേഴ്സ് ഓഫ് അപ്രോക്സിമേഷൻ, then effect of mathematical errors and based and unbased errors and estimation and based and unbased errors, sampling and non-sampling errors. And it studied in unit objectives miss vaaichera. Appreciate the need of accuracy and distinguish between absolute accuracy and spurious accuracy. Explain the meaning and methods of approximation. Describe the different kinds of error in statistics. Describe the different kinds of errors in statistics and compute errors in different method. Okay, സ്റ്റാറ്റിസ്റ്റിക്സിലെ എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ന്യൂമറിക്കൽ, നമ്മുടെ കാൽക്കുലേഷൻ, ന്യൂമറിക്കൽ കാൽക്കുലേഷനിൽ വരുന്ന എറേഴ്സ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. We have already learned the statistical data must a reasonable standard in accuracy of whenever the conduct statistical survey. Okay, and we have to define very clearly and degree accuracy. So the question of how measure an accuracy, അപ്പോൾ നമ്മൾ ആക്യുറസി മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂമറിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്യുറസി അപ്രോക്സിമേഷൻ എറേഴ്സ് എന്ന് പറയുന്നത്. The errors may occur due to inaccurate measurement of approximation of figure and chance factor associated with the selection of unit. This unit will study more than about concept of accuracy. പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് ആക്യുറസി. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ആക്യുറസി ആണിത്. ആക്യുറസി, കൺസെപ്റ്റ് ഓഫ് ആക്യുറസി ആണെന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ എന്താണ് ആക്യുറസി? വി നോ statistical data may be obtained by counting or by measuring on by taking estimate. This data is produced by obtaining the statistical data may be obtained by counting or measured by making estimate. The data of car produced may be obtained by counting of cars. Data milk hour produced may be recorded by weighing the milk powder. And the government requires data of production of wheat before the crops of harvest, and government requires data production of wheat. Okay, counting is done properly result an exact number, but measurement estimate of other had been exact. അതായത് എന്താണ് നമ്മളിവിടെ ആക്യുറസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൗണ്ടിങ്. എന്ത് കൗണ്ടിങ് ആണ്? ഇനിയിപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീൻ്റെ വീറ്റ് ആണെങ്കിലും മിൽക്ക് പൗഡർ ആണ് എന്താണെങ്കിലും കാൽക്കുലേഷൻ, ന്യൂമറിക്കൽ കാൽക്കുലേഷന് എറർ സംഭവിച്ചാൽ മൊത്തം കാൽക്കുലേഷനും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡാറ്റ, നമ്മൾ എന്ത് ബിസിനസ് അല്ല, നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഇതിൽ എക്സാമ്പിൾ ഒരു മിൽക്ക് പൗഡറാണ്, എന്ത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ അതിന് എസ്റ്റിമേറ്റ് എടുക്കുമ്പം അതിൻ്റേതായ കാൽക്കുലേഷൻസ് എന്തെങ്കിലും എറർ പറ്റിയാൽ മൊത്തം അതിന് താഴേക്ക് വന്ന എല്ലാ കാൽക്കുലേഷൻസും തെറ്റും. അതിന് ഇതിവിടെ നമ്മൾ ആക്യുറസി എന്ന് പറയുമ്പം ഇറ്റ്സ് മേ ബി കൗണ്ടിങ്, ഇറ്റ് ഒബ്റ്റെയിൻ ബൈ കൗണ്ടിങ്. ഓക്കെ, കൗണ്ടിങ്, എണ്ണത്തിൽ അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ മൊത്തം എസ്റ്റിമേറ്റും തെറ്റും. By measuring or taking estimate, the data on
cars produced may be obtained by counting the cars. The milk powder produced may be recorded by weighting the milk powder. അതായത് മിൽക്ക് പൗഡർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കാർ എന്ന് പറയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് കാർ. ആ കാർ മെറ്റീരിയൽ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഷോറൂം കാറിൻ്റെ ആ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളും അത് അവിടെ എല്ലാം. ഇനിയിപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് മിൽക്ക് പൗഡർ കാർ എന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനേറ്റ് പല പല ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് എസ്റ്റിമേറ്റ് എടുത്ത് നമ്മളത് എന്ത് ചെയ്യും, മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോഴൊക്കെ എന്താണ് കാൽക്കുലേഷൻസ് ഇമ്പോർട്ടൻസ് ആണ്. എറർ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, ദർ ആർ വേരിയസ് അതർ ഫാക്ടേഴ്സ് വിച്ച് ഓൾസോ അഫക്ട് ആക്യുറസി ആൻഡ് ലീഡ് ദ എറേഴ്സ്. അല്ലേ, മറ്റുള്ള പലതരം ഘടകങ്ങളും ആക്യുറസി അല്ലെങ്കിൽ എററിലേക്ക് നമ്മളെ തള്ളിവിടുന്നുണ്ട്. എന്താണ്? യു വിൽ റീഡ് അബൌട്ട് സച്ച് ഫാക്ടേഴ്സ് ലേറ്റർ ദിസ് യൂണിറ്റ് ആൻഡ് വി ഡിസ്കസ് അബൌട്ട് ദ സോഴ്സ് ഓഫ് എറേഴ്സ്. എറേഴ്സിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്? ആസ് വി ഹാവ് ടു ഡിസ്കസ് ദ പ്രീവിയസ് യൂണിറ്റ്, വെരി ഡിഫിക്കൽട്ട് ടു അറ്റൈൻ പെർഫെക്റ്റ് ആക്യുറസി നമുക്ക് കിട്ടണമെങ്കിൽ വളരെ വളരെ പ്രശ്നങ്ങളാണ്, അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഈവൻ ഫിസിക്കൽ സയൻസ് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഓർ വെരി ഡിഫിക്കൽട്ട് ഇൻ അച്ചീവ് കംപ്ലീറ്റ് ആക്യുറസി. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ് ഡിസ്കസ് എ പ്രീവിയസ് യൂണിറ്റ്. വി ആർ content with a reasonable degree of accuracy with decided to keeping in the view of many cases a degree of accuracy when necessary. അതായത് കെമിസ്ട്രി ഫിസിക്സിനെ പോലെ അല്ല ആക്യുറസി എന്നുള്ള ഈ സംഭവം വളരെ ഒരു ഇതിൻ്റെ പ്രോബ്ലം, അതായത് മീൻസ് എന്താ പറയുക, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ഏരിയ, അങ്ങനെ തന്നെ പറയാം അല്ലേ. ഇറ്റ്സ് എ പ്രോബ്ലം ഏരിയ. And the accuracy is a relative term. Measurement which is accurate is one of the purpose, may inaccurate for another purpose. For example, in stating the population, നമ്മൾ ആക്യുറസി, അതായത് ആക്യുറസി മീൻസ് എറർ കൗണ്ട് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, instead the population of may not gives exact number but we election result are stated. അല്ലേ, അവിടെ നമ്മൾ എന്ത് കറക്റ്റ് ആക്യുറസി ആൻഡ് എറർ കൗണ്ടിങ് എററൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോപ്പുലേഷൻ്റെ നമ്മൾ സർവേ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എത്ര ആളുണ്ട് എന്നുള്ള കറക്റ്റ് കാൽക്കുലേഷൻ നമ്മളെ എടുത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട്. ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് ഒക്കെ പോട്ടെ, സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോൾ കേരളത്തിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് നമ്മൾ സംസ്ഥാനത്ത് അറിയാൻ പറ്റും. അപ്പോൾ ആ കാൽക്കുലേഷൻസ് എന്തെങ്കിലും ആക്യുറസി ഒരു അപ്രോക്സിമേഷൻ എറർ സംഭവിച്ചാൽ അത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാവുക? ഓരോ ഏരിയയിൽ, അതായത് സ്റ്റേറ്റ് ബേസ് എടുക്കുമ്പോൾ കേരളത്തിൽ എത്ര കാൽക്കുലേഷൻ, അതായത് പോപ്പുലേഷൻ കാൽക്കുലേഷൻ നമുക്ക് അറിയാൻ പറ്റും. അതിലെന്തെങ്കിലും ആക്യുറസി അപ്രോക്സിമേഷൻ എറർ വന്നാൽ നമുക്കത് മനസ്സിലാവില്ല. എപ്പോഴാണ്? എക്സാ ഇലക്ഷൻ റിസൾട്ട്. ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് എത്ര ആൾ വോട്ട് ചെയ്തു, എത്ര ആൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേഷൻ എറർ, അതായത് എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴോ ആളുകളുടെ ലിസ്റ്റിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴോ ഇന്ന ഏരിയയിലെ ആളുകളെ കാൽക്കുലേഷൻ നോക്കുമ്പോഴോ എവിടോ ഒരു മിസ്റ്റേക്ക്, ഒരു അപ്രോക്സിമേഷൻ മിസ്റ്റേക്ക് എറർ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് മാറിപ്പോയത്, ഇലക്ഷൻ്റെ റിസൾട്ട് എന്ത് മാറിപ്പോയത്. ഒരു എക്സാമ്പിളാണ്. The exact number of votes polled very important in sometimes is victory may even one thus the desired level of accuracy gained by the purpose of enquiry. Accuracy എന്ന് പറയുന്നത് എൻക്വയറി പർപ്പസിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ഘടകമാണ്. എൻക്വയറി പർപ്പസ് മീൻസ് അതായത് നമ്മൾ ഇലക്ഷനിൽ വിൻ ചെയ്യുന്ന ആൾ, വിക്ടറി സക്സസ് ആഗ്രഹിക്കല്ല, ഒറിജിനൽ സക്സസ് ചെയ്യുന്ന ആൾ, പക്ഷെ എന്ത് കിട്ടൂല അവർക്ക്, ഈ ഒരു കാൽക്കുലേഷൻ എറർ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളായിരിക്കും ജയിക്കേണ്ടത്, പക്ഷേ ഈ ഒരു കാൽക്കുലേഷനിലെ റോങ് എറർ നിമിത്തം ഒരു മാനദണ്ഡവും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ജനങ്ങളോട് ഇടപഴകാത്ത ഒരു വ്യക്തിയായിരിക്കും ഒരുപക്ഷെ ജയിച്ചു കയറുക. അപ്പോൾ ഒറിജിനൽ നല്ല ആളെന്ത് ചെയ്യും, നല്ല സമൂഹം ഇടപെട്ട് സമൂഹത്തിലെ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ, അയാളായിരുന്നു ജയിക്കും, പക്ഷെ അയാൾ ജയിക്കത്തില്ല, അത് ഈ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ആളാണ് ജയിച്ച്. അപ്പോൾ അവിടെ എന്തായിരിക്കും, അപ്പോൾ അവരെന്ത് ചെയ്യും, വിക്ടറി, അതായത് ഇലക്ഷനിലെ ജയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ, ജനങ്ങളുടെ ഇടയിൽ തിരയിളക്കം സൃഷ്ടിക്കുന്നൊരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ടറി എന്ന് പറയുമ്പോൾ അവർ കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടാവാം. അതായത് വോട്ട് ചെയ്യുമ്പോൾ എണ്ണത്തിൽ കാൽക്കുലേഷൻ എറർ, ഈ ആക്യുറസി എറർ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, റിസൾട്ട് മാറും. അത് ഒരു നാടിനെ തന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നതാണ് മിസ് പറഞ്ഞു വരുന്നത്, ഒരു അപകടത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്രോക്സിമേഷൻ. വാട്ട് ഈസ് അപ്രോക്സിമേഷൻ? യു മസ്റ്റ് ബി അവെയർ ദാറ്റ് ഇൻ സെവറൽ കേസസ് ഓൺലി
approximate figure could be arrived at. This is especially so in the case of measurement. അതായത് ഇത് especially is the case of measurement and it is difficult to have accurate physical measurement, although we can achieve the responsible degree of precision if numerous digits are included in the figure, and because those approximation we can exclude an unnecessary digits and avoid with such confusion. അത് അപ്രോക്സിമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കാൽക്കുലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വേർഡ് ഈസ് നോട്ട് യൂസ്ഡ് ആൻഡ് ത്രോ ദ നെസറി ഡിജിറ്റ് ആൻഡ് അവോയ്ഡ് സച്ച് കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ എന്തില്ല, കൺഫ്യൂഷൻ ഇല്ല.